ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹിയുടെ 40 ഹദീസുകളിൽ നിന്നുള്ള 25ാമത്തെ ഹദീസാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഹദീസിലുള്ള കണ്ടന്റ് നന്മയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുക, ദിക്റിൻ്റെ പുണ്യങ്ങൾ, ഇതാണ് ഇതിൽ ഈ ഹദീസിൽ നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം. നന്മയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം? നല്ലോണം നമ്മൾ എന്ത് ചെയ്യണം? മത്സരിക്കുന്നത് നല്ലതാണ്. നന്മയുടെ കാര്യത്തിൽ മത്സര ബുദ്ധി ആർക്കുണ്ടാകണം? അള്ളാഹുവിൻ്റെ അടിമക്ക് ഉണ്ടാവണം. അതിന് പ്രചോദനമാകുന്ന വിഷയങ്ങളാണ് ഈ ഹദീസിൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ ദിക്ർ വലിയൊരു സംഗതിയാണ്. അതിൻ്റെ ചില പുണ്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതും ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അല്ലാഹു തആല നാഫിയാക്കി തരട്ടെ. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തൊട്ടാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഹദീസ് കിതാബിൽ തന്നെ പല ഹദീസുകളിലും ഉദ്ധരിക്കപ്പെട്ട സഹാബിയാണ് ആര്? അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അതിൻ്റെ ഒരു ചരിത്രങ്ങൾ മാത്രം നമ്മളൊരു ക്ലാസ്സിൽ ഇതിൻ്റെ മുമ്പ് ഹദീസ് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് ചർച്ച ചെയ്യുന്നില്ല. ബാക്കി റിപ്പോർട്ടിലേക്ക് പോകണം. അൻ അബീ ദറിൻ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ കാരണം വീണ്ടും, എന്ന് പറഞ്ഞാൽ വീണ്ടും എന്ന് പറയാൻ കാരണം എന്താ? വീണ്ടും എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മുമ്പത്തെ ഹദീസുമാരത് തന്നെയാണ്, 24ാമത്തെ ഹദീസുമാരത് തന്നെയാണ്, അല്ലേ? അബൂദർ ഗിഫാരി അല്ലേ? ആണ്. അപ്പൊ വീണ്ടും ഇനി നമ്മൾ ഉദ്ധരിക്കുന്നത് ആരെ തൊട്ട് തന്നെയാണ്? അബൂദർ ഗിഫാരിയെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഹദീസിലേക്ക് പോവാണ്. ഹദീസിൻ്റെ ഒരു സാഹചര്യം പറയാണ്. അന്ന നാസൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന നാസൻ, നാസ് എന്താണ്? ആളുകൾ, മനുഷ്യന്മാര്, അല്ലേ? ഏതിൽ നിന്നുള്ള? മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ചില മനുഷ്യർ ആണ്. ഖാലൂ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചോദിച്ചു എന്നാണ്. കാരണം ശേഷമുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് കാലു എന്നതിന് ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞു വെക്കാനുള്ള കാരണം. ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോട് ചോദിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചു. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നുള്ള അർത്ഥമാണ്. സ്വാഹിബ് എന്നതിൻ്റെ ബഹുവചനാണ്, അല്ലേ? അസ്ഹാബ് എന്ന് പറയുന്നത്. അവിടെ സ്വാഹിബ് എന്നാണ് ഉദ്ദേശിക്കുന്നത് സഹാബി എന്ന അർത്ഥത്തിലാണ്. സ്വാഹിബ് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സഹാബി എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അസ്ഹാബ് ആകുമ്പോൾ കുറെ സഹാബിമാർ, അല്ലേ? കുറെ സഹാബിമാർ ആരോട് ചോദിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. സുഹബത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സഹവാസം എന്നർത്ഥമുള്ള. ഇവിടെ സഹാബി എന്ന് ആവുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? ആരാണ് സഹാബി? ആരാണ് സഹാബി എന്ന് പറയണോ? ആരാണ് സഹാബി എന്ന് പറയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് കൂടിയ ആള് ആണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് കൂടിയ ആൾക്കാണ് സഹാബി എന്ന് പറയുക. അതിനുള്ള ചില കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, നുബുവത്തിന്റെ ശേഷമായിരിക്കണം. 2, റസൂലുള്ളാഹിന്റെ മരണത്തിന്റെ മുമ്പായിരിക്കണം. പിന്നെ മുഅ്മിനുമായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരാളുള്ളൂ സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബിച്ച കുറെ ആളുകളുണ്ട്. അബൂജഹലുണ്ട്, അബൂലഹബുണ്ട്, ഉത്ബത്തുണ്ട്, വലീദുണ്ട്. ഇതെന്തോ സഹാബി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അവരൊന്നും ആരല്ല? വിശ്വസിച്ചവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ആളുകളുണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെ മുമ്പ് അവരെന്ത് ചെയ്തിട്ടുണ്ട്? മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരാരല്ല? സഹാബിയല്ല. എനിക്ക് തോന്നുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിതാവിൻ്റെ സഹോദരി, ആതിഖ ബീവിയെ നമുക്കറിയാം. അതല്ലാത്ത ഒരു പിതാവിൻ്റെ സഹോദരിയുടെ കാര്യത്തിൽ ചരിത്രത്തിൽ അവർ നബിയെ കണ്ടിട്ട് വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ല എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും അവർ ബൗദ്ധവിവാരതയ്ക്കെതിരായിരുന്നു.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തായിരുന്നു അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ നുബുവത്തിന്റെ മുമ്പാണെങ്കിൽ അവരാരല്ല, സഹാബിയത്ത് അല്ല. നുബുവത്തിന്റെ ശേഷമാവണം. നുബുവത്തിന്റെ മുമ്പ് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആരാവില്ല, സഹാബിയാവില്ല. നുബുവത്തിന്റെ ശേഷമാകണം, നബിയുടെ വഫാത്തിന്റെ ശേഷവുമാവണം. വഫാത്തിന്റെ വഫാത്തിന്റെ എന്താകണം, മുമ്പാകണം. 23 കൊല്ലത്തെ ഇടപാടിൻ്റെ ഇടയിൽ ആയിരിക്കണം. അപ്പോഴാണ് ഒരാളാവുക, സഹാബിയാവുക. വഫാത്തിന്റെ ശേഷം എന്ന് പറയാൻ കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വഫാത്തിന്റെ ശേഷം സ്വപ്നത്തിൽ കണ്ടവരുണ്ട്, യഖദത്തിൽ കണ്ടവരുണ്ട് എന്നാണ് പറയുന്നത്. സഹീഹ് ബുഖാരിയിൽ ഹദീസിൽ കാണാം, മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖദത്തി എന്ന് കാണാം. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ട ശേഷം അവനക്ക് എന്നെ നേരിട്ട് കാണാം. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാ അവരൊക്കെ പറയുന്നുണ്ട്, ഞാൻ 4 പ്രാവശ്യം റസൂലുള്ളാഹിനെ നേരിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. സ്വപ്നത്തിൽ പിന്നെ എല്ലാവരും കാണണല്ലേ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അതേ അവസ്ഥയിൽ അവർ മരണപ്പെടുകയും വേണം. അല്ലാതെ എന്താ പറ്റില്ല, മുസ്ലിമായി കണ്ടു, പിന്നെ അതിൻ്റെ ശേഷം എന്ത് ചെയ്തു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അയാൾ പിന്നെ ആരാണോ, സഹാബിയാണോ? അല്ല, അതുണ്ട്. ചില ആളുകളൊക്കെ ഇസ്ലാമിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് പുറത്തു പോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അപ്പുറം ആളുകൾ. പക്ഷെ അവർ മുസ്ലിമായിട്ട് ആരെ കണ്ടിട്ടുണ്ട്, റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതേ അവസ്ഥയിൽ അവർ ജീവിച്ച് മരിച്ചിട്ടില്ല. ആ ഈമാനിൽ ലേശം വിളക്കില്ലാത്ത രൂപത്തിൽ അവർ മരണപ്പെട്ടാൽ അവരാരാവുള്ളൂ, സഹാബിയാവുള്ളൂ. ഇനി എത്ര സമയം എന്നറിയോ, പിന്നെ നബിയെ കാണുക എന്നുള്ളത് എന്തല്ല, നിബന്ധനയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നബിയെ കാണുക എന്നുള്ളത്, സഹാബിയാകുക എന്നുള്ളത് എന്തല്ല, നിബന്ധനയല്ല. കാരണം റസൂലുള്ളാഹിന്റെ കൂടെ ഒരുമിച്ച് കൂടിയാൽ മതി. നബിയെ കാണാൻ പറ്റാത്ത കുറെ സഹാബികൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇബ്നു ഉമ്മു മക്തൂം കണ്ണ് കാണാത്ത സഹാബിയാണ്, പക്ഷെ റസൂലുള്ളാഹിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, സഹവസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരാരാണ്, കണ്ടിട്ടില്ല എന്നുകൊണ്ടല്ല സഹാബി അല്ലാതെ ആകുന്നില്ല, അവരാര് തന്നെയാണ്, സഹാബിയാണ്. അപ്പൊ കാണുക എന്നുള്ളതല്ല, ഒരുമിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ഒരാൾ ആവൂല, സഹാബി അല്ലാതെ ആവൂല. ഒരാൾ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അവരാരാവും, സഹാബി അല്ലാതെ ആവോ? ഇല്ല. അങ്ങനെ 1.25 ലക്ഷം സഹാബികളിൽ നിന്ന് അപൂർവം കുറെ എണ്ണപ്പെട്ട സഹാബികളിൽ നിന്ന് ഏത് വന്നിട്ടുള്ളൂ, ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളൂ. പല സഹാബികൾക്കും ഹദീസ് ഉദ്ധരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ വെച്ചാൽ പലരും കണ്ടുടനെ തന്നെ പല ഭാഗത്തും ദൈവത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോയതുകൊണ്ടും പല സാഹചര്യത്തിലും ചിലപ്പോൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല. ഏതായാലും ഉദ്ധരിക്കപ്പെടുക എന്നുള്ളത് സഹാബിയാകുക എന്നുള്ളതിന് എന്തെല്ലാം മാനദണ്ഡം എല്ലാം. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് റസൂലുള്ളാഹിനെ കൂടെ ഈ പറഞ്ഞ കണ്ടീഷനോട് കൂടി നിന്നാൽ തന്നെ അവരാരാണ്, ഒരു സഹാബി. ഒറ്റ സെക്കൻഡ് നിന്നാൽ മതി. അത് മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ. ജിന്നുകളും ആരുണ്ട്, സഹാബികളുണ്ട്. റസൂലുള്ളാഹിന്റെ കൂടെ ഒരുമിച്ച് കൂടെ ആരുണ്ട്, ജിന്നുകളുണ്ട്. അവരാരാണ്, സഹാബികളാണ്. അതല്ല റസൂലുള്ളാഹിന്റെ 2 വർഗത്തിന്റെയും പ്രവാചകനാണ് ആര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2 വർഗത്തിനും പ്രവാചകനായിട്ട് ആരേ ഉള്ളൂ, റസൂലുള്ളാഹി ഉള്ളൂ. 2 വർഗത്തിനും, മനുഷ്യവർഗത്തിനും ജിന്നുവർഗത്തിനും പ്രവാചകനായിട്ട് റസൂലുള്ളാഹി ഉള്ളൂ. റസൂലുള്ളാഹി അല്ലാത്ത ഒരാളെ മനുഷ്യവർഗത്തിനും ജിന്നുവർഗത്തിനും വന്നതിൽ കാണാൻ കഴിയും? ഇല്ല. അത് അവരുടെ മേഖലയിലെ ദൈവത്തുകൾ, ജിന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിർവഹിച്ചിട്ടുണ്ട്. തായിഫിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരും വിശ്വസിക്കാൻ പറ്റില്ല. ആരും വിശ്വസിക്കാത്ത ഇസ്രാ മിഅ്റാജിന്റെ ആ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് ഇറങ്ങി വിഷമിച്ച് ഇറങ്ങി പിന്നെ നിരാശനായി വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്താണ് കുറച്ച് ജിന്നുകൾ നബി തങ്ങളുടെ ഖുർആൻ കേട്ടത്. അപ്പോൾ ആ ഖിറാഅത്ത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര ആകർഷകരായി നബിയുമായി സംവദിച്ച് അവർ കുറെ ആളുകളെ കൂട്ടി ഒന്നിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. ഒരിക്കൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെ സ്ഥലത്ത് യാത്ര പോയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്നു മസ്ഊദ് നിങ്ങൾ ഇവിടെ ഇരിക്കണം എന്നാണ്, പിന്നെ അവിടുന്ന് നിങ്ങൾ വരണ്ടെന്നാണ്. അപ്പുറത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ വിഷയങ്ങൾ സംസാരിച്ച് തിരിച്ചു വന്നു. അപ്പൊ ആ സമയത്തൊക്കെ റസൂലുള്ളാഹി ആരുണ്ടായിരുന്നു, ദഅവത്ത് ചെയ്ത് ആരോടാണ്, ജിന്നുകളോടായിരുന്നു. അപ്പോ
അവരങ്ങനെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ മനുഷ്യവർഗത്തിൽ പ്രവാചകന്മാർ പിന്നെ നമ്മൾ എടുക്ക് പറയാറുണ്ട്, രണ്ടു വർഗത്തിലും ഭരണം നടത്തിയ ആളാണ് ആര്? സുലൈമാൻ നബി. രണ്ടു വർഗത്തിന്റെ ആരല്ല? പ്രവാചകനല്ല. രണ്ടു വർഗത്തിനെ അടക്കി വരച്ച് വാണ ആളാണ് ആര്? സുലൈമാൻ നബി. രണ്ടു വർഗത്തിലേക്കും പ്രബോധനം കൊണ്ടും ദൈവത്ത് കൊണ്ടും റിസാലത്ത് കൊണ്ടും കൽപ്പിക്കപ്പെട്ട ഒരാളേ ഉള്ളൂ. അതാരാണ്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബിയാണ് എന്ന് തിരിച്ചറിയൽ എങ്ങനെയാണ്? ഒന്നുകിൽ ചില ആളുകൾ അദ്ദേഹം സഹാബിയാണ് എന്ന് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ സഹാബി സ്വന്തം നബിയെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ സഹാബത്ത് എന്ത് ചെയ്യും? സുഹബത്ത് സ്ഥിരപ്പെടും. മനസ്സിലായില്ല? ഒരാൾ വന്നിട്ട് പറയും ഞാൻ റസൂലുള്ളാഹിനെ കാലത്ത് ജീവിച്ച ആളാന്ന് പറഞ്ഞാൽ വേറെ ആൾ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളാ വൈക്കന്നെ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, നിഷേധിക്കാൻ പറ്റൂല. സഹാബിയുടെ വാക്ക് അത്രയും എന്താണ്? സ്വീകാര്യതയാണ്. ഒരു സഹാബി പറഞ്ഞാൽ മതി, ഞാൻ നബിയുടെ കൂടെ, ഞാൻ പറഞ്ഞില്ല 5 വയസ്സായ ഒരു സഹാബി കുട്ടി ഒരൊറ്റ ഹദീസ മഹാനവർ ഉദ്ധരിച്ചിട്ടുള്ളൂ, ഒരൊറ്റ ഹദീസ ഉദ്ധരിച്ചിട്ടുള്ളൂ. ചെറുപ്പത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? നബി വീട്ടിൽ വന്ന സമയത്ത് വെള്ളം കൊണ്ട് കളിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മേത്ത് ദേഹത്തേക്ക് വെള്ളം അങ്ങോട്ട് വെച്ച് നബി വെള്ളം കണ്ടു വെച്ച് കളിച്ച അവരൊറ്റ ഓർമ്മ ആർക്കുള്ളൂ? ആ കുട്ടിക്കുള്ളൂ. ആ സഹാബി ഞാൻ ആരാണ്? സഹാബിയാണ് എന്നാണ്. മുഹമ്മദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു. സുഹബത്ത് അങ്ങനെയാണ്. താബിഈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? താബിഈന് എന്താ? സഹാബയെ കണ്ടവർക്കാണ് ഒരുമിച്ച് കൂടുക. സഹാബത്തിന്റെ കൂടെ ഒരുമിച്ച് കൂടുക. ഈ കാണാന്നുള്ള എന്ത് ചെയ്തത് മാത്രമേ മാനദണ്ഡാക്കരുത്. ഒരുമിച്ച് കൂടിയ ആളുകൾക്കാണ് ആര് പറയാ? താബിഈ എന്ന് പറയാ. ഒരു സഹാബിയും താബിയും തമ്മിലെ വ്യത്യാസം എന്താ വെച്ചാൽ ഒരു വ്യത്യാസമുണ്ട്. സഹാബിയും താബിയും തമ്മിലെ വ്യത്യാസം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടി എന്താണ് അല്പസമയം ഒരുമിച്ച് കൂടിയ ഒരു സഹാബിയിലുണ്ടാകുന്ന മാനസിക പരിവർത്തനവും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഹഖീഖത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ സ്ഥിരതയും അപൂർവപരമായ ഇൽമുകളുടെ ഒഴുക്കും വിജ്ഞാനത്തിന്റെ ഒഴുക്കും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ നിന്നല്ലാത്ത വലിയ പണ്ഡിതന്മാരായ ആളുകൾ പോലും ഇതിന്റെ 10-1 പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതാണ് സഹാബി അല്പസമയം റസൂലുള്ളാഹിന്റെ കൂടെ സുഹബത്തുണ്ടായിരുന്ന ഒരു സഹാബിയിൽ നിന്നുള്ള ഒഴുക്കും. സഹാബി അല്ലാത്ത വലിയ വലിയ ആത്മജ്ഞാനികളെ ഒരുപാട് കാലം പഠനം നടത്തിയ, ജീവിതം മുഴുവൻ പഠനം നടത്തിയ മാത്തുക്കളെ ആലിമുകളുടെ ഒഴുക്കിൽ നിന്ന് അവരിൽ നിന്നുണ്ടാവുന്ന ആ വിജ്ഞാനത്തിന്റെ സ്രോതസ്സും അവരിൽ നിന്നുണ്ടാവുന്ന ആത്മീയ പവറും ഇവരിൽ നിന്നുള്ള ആത്മീയ പവർ തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. ഒറ്റ സമയം റസൂലുള്ളാഹിനെ കണ്ട സഹാബിയിൽ നിന്നുള്ള ഒഴുക്ക് അതിന്റെ 10-1 പോലും പ്രസരിപ്പ് ആരിൽ കാണാൻ കഴിയില്ല. താബികളിൽ മോശക്കാരെന്നല്ല പറഞ്ഞത്, അവിടെ സഹാബത്തിന്റെ എന്താണ് പവറാണ് ഞാൻ പറയുന്നത്, ബർക്കത്താണ്. റസൂലുള്ളാഹിനെ ഒറ്റ നിമിഷം ഈമാനോട് കണ്ട ആ മാനസിക വിശാലതയും ആ ഒരു തർബിയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഭക്തിയും ഖൗഫും അവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്ന ഭക്തിയൊക്കെ. അതുകൊണ്ടാണ് പല സഹാബികളെ കാണുമ്പോൾ റസൂലുള്ളാഹിനെ കൈപിടിച്ച ആളുകളെ കാണുമ്പോൾ ഒക്കെ ചില താബീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ കൈയും കാലൊക്കെ ചുംബിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കൈ തൊട്ട ആളുകൾ കാല് വരെ ചില മഹാന്മാരുടെ കാലുകൾ ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കണത് കാണാം, അദ്ബുൽ മുഫ്രദിൽ കാണാം. നബിയെ കണ്ട ആളുകളെ കൈയും കാലൊക്കെ ചുംബിക്കുന്നുണ്ട്. കാരണം അത്രയും റസൂലുള്ളാഹിയുമായിട്ടുള്ള വലിയ സഹവാസത്തിന്റെ ബർക്കത്ത് അതിലുണ്ട്, അവരിലുണ്ട്. അല്ലാഹു നന്നാക്കി തീരുമാനമാകട്ടെ. ഏതായാലും സഹാബികൾ മുഴുവൻ നീതിമാന്മാരാണ്, അത് യാതൊരു സംശയമില്ല. മഹാനായ ഇബ്നു ഹജർക്ക് ഒരു കിതാബുണ്ട്, മഹാനായ ഷാഫി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഗ്രന്ഥം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സവായിഖുൽ മുഹരിഖത്തു ലി ഇഖ്വാനി ശയാത്തീൻ എന്നുകൊണ്ടൊരു കിതാബുണ്ട്. അതായത് അതിൽ മുഴുവൻ പറയുന്നത് സഹാബത്ത് എല്ലാവരും സ്വർഗത്തിലാണ്. ഒരുപാട് ആയത്തുകൾ വെച്ചുകൊണ്ട് മഹാനവർ വിശദീകരിക്കുന്നുണ്ട്. എല്ലാ സഹാബികളും എവിടെയാണ്? സ്വർഗത്തിലാണ്. അതുപോലെ പിന്നെ മഹാനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ 1-ാമനായി വരേണ്ടത്. അതിനുശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പിന്നീട് അലി റളിയല്ലാഹു അൻഹു, പിന്നീട് ഹസൻ റളിയല്ലാഹു അൻഹു. അവിടെ കുറെ ശ്രേഷ്ഠകൾ, അഹ്ലുബൈത്തിന്റെ ശ്രേഷ്ഠകൾ, അവർക്കുണ്ടാകുന്ന പ്രത്യേക ചില പരീക്ഷണങ്ങൾ,
പിന്നെ സാധാരണ സഹാബികളെ കുറിച്ചുള്ള പഠനങ്ങൾ, അവർക്കിടയിൽ നടന്ന ചില ഡിസ്കഷൻസും അഭിപ്രായ വ്യത്യാസങ്ങളും, യസീദിന്റെ കാര്യത്തിൽ വരെ സമൂഹത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം, ഇത്തരം എല്ലാ വിഷയങ്ങളും വളരെ വിശദമായിട്ട് ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, സഹാബികൾ 100% പരിശുദ്ധ ഖുർആന്റെ ഒരുപാട് ആയത്തുകളിലൂടെ മനസ്സിലാക്കിയെടുക്കാം. അവരൊക്കെ എവിടെയാണ്? സ്വർഗത്തിലാണ്. അല്ലാഹു അവരെ കൂടെ നമ്മൾ ഒരുമിച്ച് കൂടട്ടെ. ഇനി നോക്കുക, അന്ന നാസൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു, അവർ ചോദിച്ചു, ലിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരോട് ചോദിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോ ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു എന്നാണ്. നബി എന്ന് പറഞ്ഞാൽ എന്താണ്? നബി അല്ലെ, നമ്മൾ പറയില്ലേ നബി എന്ന് പറയില്ലേ? എന്താണ് നബി എന്ന് പറഞ്ഞാൽ? മലയാളമാണോ അറബിയാണോ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലേ പറയില്ലേ അല്ലേ? നബി എന്ന് പറഞ്ഞാൽ എന്താണ്? നബി എന്ന് പറഞ്ഞാൽ അറബിയാണ്, അതിന് സംശയമൊന്നുമില്ല. നബി എന്ന് പറഞ്ഞാൽ ശരിക്കും നബ് എന്നുള്ള പദത്തിൽ നിന്നുള്ളതാണ്. നബ്. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൻ നബ്. ഏതാണ്? അമ്മയത്തസഅലൂൻ അനിൻ നബയിൽ അദീം. നബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നബ് എന്ന് പറഞ്ഞാൽ ഗൗരവമായ സീരിയസ് ആയ വർത്തമാനങ്ങൾക്കാണ് ഇത് പറയാ നബ് എന്ന് പറയാ. വെറും വർത്താനം ഇങ്ങനെ നടക്കുന്നതിനും വർത്തമാനം പറയുന്നതിൽ നബ് എന്ന് പറയും. എങ്കിലും നബ് കാര്യമായി ഉദ്ദേശിക്കുന്ന ഗൗരവമായ സീരിയസ് ആയ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ പറയുന്ന വിശേഷങ്ങൾ വർത്തമാനങ്ങൾക്കാണ് ഇത് പറയാ നബ് എന്ന് പറയാം. അപ്പൊ നബി എന്നല്ല, ശരിക്കും അറബി ഭാഷ അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം, നബി എന്ന് പറയുമ്പോൾ അവസാനം എന്താ? യാ ആണോ? അല്ലേ? ശരിക്കും നബ് ആണ്. അപ്പൊ ശരിക്കും നബി എന്നാണ് പറയേണ്ടത്, നബി എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ എന്താ പറയണത്? നബി എന്നാണ്. അപ്പൊ നബ് എന്ന പദമാണ്. നബി എന്നുള്ളത് എങ്ങനെയായി എന്നുള്ളതാണ്. നബി എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് വർത്തമാനം പറയുന്ന ആളാണ് ആര്? വിശേഷങ്ങൾ അറിയിക്കുന്ന ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ അവരിലേക്ക് വിശേഷങ്ങൾ പറയപ്പെടുന്ന ആൾക്കും ഏത് പറയും? ജിബ്രീൽ അലൈഹി സ്വലാം എന്ന് പറയുന്നുണ്ട്, വിശേഷങ്ങൾ അറിയിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇത് നബിയായി എന്നുള്ളത് പ്രയോഗത്തിന്റെ സുഖത്തിന് വേണ്ടിയാണ്. യാ നബി അള്ളാഹ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? പ്രയോഗിക്കാൻ എന്തുണ്ട്? പ്രയാസമുണ്ട് അല്ലേ? യാ നബി അള്ളാഹ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? അസ്സലാത്തു വസ്സലാമു അലൈക യാ നബി അള്ളാഹ്. നബി എന്ന് പറയുമ്പോൾ എന്തുണ്ട്? പ്രയോഗത്തിനൊരു സുഖമുണ്ട് അല്ലേ? നബി അള്ളാഹ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? അത്ര സുഖമില്ല. അതൊരു കാരണമാണ്. മാത്രമല്ല വേറെ സംഗതിയുണ്ട് നബി എന്ന് പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി എന്ന് നിങ്ങൾ പറയരുത് എന്ന് ആദ്യകാലത്ത് വിരോധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതും നബി എന്നുള്ളത് സ്പ്രെഡാവാൻ കാരണമായി. എങ്ങനെ? ഒരു ഹദീസിൽ കാണാം, ലാ തഖൂലു യാ നബി അല്ലാഹ് ബിൽ ഹംസ ബൽ ഖൂലു യാ നബി അല്ലാഹ്. നിങ്ങൾ പറയരുത് യാ നബി അല്ലാഹ്, അള്ളാഹിന്റെ നബിയെ എന്ന് പറഞ്ഞാൽ നബി അള്ളാഹ് എന്ന് നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾ പറയരുത്. ബൽ ഖൂലു യാ നബി അള്ളാഹ്, നിങ്ങൾ യാ വെച്ചിട്ട് പറയണം, ഹംസ വെച്ച് നിങ്ങൾ പറയരുത് എന്ന് ഒരിക്കൽ സഹാബികളോട് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം എന്തായിരുന്നു? നബ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? വഴി എന്നുള്ള അർത്ഥം ഇതിനുണ്ട്, നബ് എന്നുണ്ട്. അപ്പൊ വഴി എന്ന അർത്ഥം അതില് നബ് എന്ന പദത്തിലുണ്ട്. അപ്പൊ ആ വഴി എന്ന അർത്ഥം സഹാബത്തിന്റെ തുടക്കത്തിൽ സ്പ്രെഡായിട്ട് അവർ ആ നിലക്ക് അതിന്റെ അർത്ഥത്തെ ഗ്രഹിച്ചു വെക്കും. അവരെ മനസ്സിലത് സ്ഥിരപ്പെടും എന്ന ഭയം കൊണ്ട് നബ് എന്നുള്ള വർത്തമാനം ഒരു സീരിയസ് ആയ വിശേഷങ്ങൾ അറിയിക്കുന്ന വ്യക്തി എന്നുള്ള ആ ഒരു അർത്ഥത്തിലേക്ക് സഹാബികൾ പോയിക്കോട്ടെ എന്നുള്ള നിലക്കാണ് നബ് അവരെ മൈൻഡിൽ നിന്ന് മാറ്റിയിട്ട് നബി എന്ന ആ ഒരു മൈൻഡിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. പിന്നീട് ഇസ്ലാം സ്പ്രെഡായി, എല്ലാവർക്കും ഈമാനൊക്കെ സ്ഥിരപ്പെട്ട് പിന്നെ നബി അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഏറ്റവും പറയാൻ സുഖം ഏതായിരുന്നു? നബി അള്ളാഹ്. അപ്പൊ രണ്ട് കാരണങ്ങളിലാണ് നബി ഏതായത്, നബി ആയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നബി നുബുവത്ത് അല്ലെ, നുബുവത്ത് നബി ഇതൊക്കെ നബിയൊക്കെ ഒന്നാണ്. അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. റിഫഅത്ത് എന്നുള്ള അർത്ഥമുണ്ട്, വളർച്ച ഉയർച്ച എന്നുള്ള അർത്ഥമുണ്ട്.
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉയർന്നയാളാണ്. ആ നിലക്കും ആ അർത്ഥം നബി എന്നുള്ള അർത്ഥത്തോട് യോജിക്കുന്നുണ്ട്. സ്ഥാനത്തിൽ ഉയർന്നയാളാണ്. നബി എന്ന് പറയുന്നതും റസൂൽ എന്ന് പറയുന്നതും തമ്മിൽ എന്തുണ്ട്? റസൂൽ എന്നതിനേക്കാൾ വ്യാപകമാണ് ഏത്? നബി എന്ന് പറയുന്നത്. കാരണം എല്ലാ മുർസലിങ്ങളും ആരാണ്? നബിമാരാണ്. എന്നാൽ എല്ലാ നബിമാരും ആരല്ല? മുർസലിങ്ങളല്ല. നബിമാർ എത്ര ഉണ്ട്? 1,25,000 ഉണ്ട്. മുർസലിങ്ങൾ എത്രയേ ഉള്ളൂ? 313. അപ്പൊ നബിമാരങ്ങനെ കുറേ ഉണ്ട്, കുറേ വെച്ചിട്ടുണ്ട്. നബിയും മുർസലിനും വ്യത്യാസം വെച്ചാൽ അവർക്ക് നബി എന്ന് പറഞ്ഞാൽ ആ അള്ളാഹു തആല ആദരിച്ചു വെച്ച അള്ളാഹിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന ഒരു അടിമ എന്നാണുള്ളതാണ്. നേരെ പക്ഷെ ആ അടിമക്കെന്നില്ല, ദൈവത്ത് കൊണ്ടെന്നില്ല, പ്രബോധനം കൊണ്ടെന്നില്ല, അവരെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വേണമെങ്കിൽ ചെയ്യാം, നിർബന്ധമില്ല. മുർസലിങ്ങളാണ് എന്ത് ചെയ്യണം? അവർ പ്രബോധനം ചെയ്തിരിക്കൽ അവർക്ക് എന്താണ്? അവർക്ക് നിർബന്ധമാണ്. പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെടും. അവർക്ക് എന്താണോ എത്തിക്കപ്പെട്ടത് അത് സമൂഹത്തിലേക്ക് അവരെന്ത് ചെയ്യണം? എത്തിച്ചിരിക്കണം. അതാണ് റസൂൽ ഇടയ്ക്ക് ചോദിക്കണേ, സഹാബികളെ ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? ഹൽ ബല്ലഗത റിസാലത, എൻ്റെ ദൗത്യത്തിന്റെ ദൗത്യം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിരുന്നു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും. അപ്പൊ നബി എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ച് കാണിച്ചാൽ മതി. അള്ളാഹുവിന്റെ സ്വാലിഹായ ഒരു അടിമയായിട്ട് ജീവിച്ച് കാണിക്കുക. അതെന്താണ്? ഒരു ദൈവത്വം. അപ്പൊ നമ്മൾ ഒരു സ്വാലിഹായ അടിമയായി ജീവിക്കുക എന്നുള്ളത് എന്താണ്? ദൈവത്താണ്. മറ്റുള്ളവർക്കുള്ള ഒരു ഏറ്റവും വലിയ ദൈവത്താണ്. നമ്മളെ ഒരു അടിമക്ക് ഇങ്ങനെ ഒരു അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ എന്ത് ചെയ്യണം? മറ്റുള്ളവർ കണ്ടുപിടിക്കണം. നമുക്കൊക്കെ ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. നമ്മളിലൂടെ അവർക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഇങ്ങനെയാണ് സ്വാലിഹ്യങ്ങളെ അടിമകൾ ഉണ്ടാവുക എന്നുള്ളത് എന്ന് മനസ്സിലാക്കാം. ഖാലൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ വിഷയത്തിലേക്ക് പോവാ? എന്താ ക്ഷീണം ഉണ്ടാവും? ഇല്ല. ഖാലൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചോദിച്ചു. ആരോട്? അല്ലെങ്കിൽ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ്. എന്താ പറയണത്? യാ റസൂലല്ലാഹ്. അപ്പൊ നബിയൊക്കെ പറഞ്ഞു, ഹസ്ബി റസൂലായില്ലേ? യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂല്, ദഹബ അഹ്ലുദ്ദുസൂരി. ദഹബ എന്താ? പോയിട്ടുണ്ട്. അഹ്ലുദ്ദുസൂരി, അഹ്ല പറഞ്ഞാൽ അതിന്റെ ആൾക്കാർ അല്ലേ? ഏതിന്റെ ആൾക്കാർ? അഹ്ലുദ്ദുസൂരി. ദുസൂറ് അല്ലേ? ദാലിന് നമ്മാണ്, സാണ്, സീനല്ല. ദഹബ അഹ്ലുദ്ദുസൂരി, ദുസൂറിന്റെ ആളുകൾ പോയിട്ടുണ്ട്. ദസർ എന്നത് അറബി പദത്തിന്റെ ബഹുവചനാണ്. ഏത്? ദുസൂർ എന്ന് പറഞ്ഞാൽ. ദസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദസർ, ദാഹ്, സാഹ്, റാഹ്. ദസർ, ദസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം സമ്പത്തുള്ള ആളുകൾക്കാണ് ഇത് പറയാ ദസർ എന്ന് പറയാ. ദുസൂർ തന്നെ അതിന്റെ ബഹുവചനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ധാരാളം പണമുള്ള ആളുകൾക്കാണ് ഇത് പറയാ ദസർ എന്ന് പറയാ. ദുസൂർ അതിന്റെ ബഹുവചനാണ്. നബിസാന്ന് പറയണത് എന്താണ്? ദഹബ അഹ്ലുദ്ദുസൂരി, ദുസൂറിന്റെ അഹലുകാർ പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ കരസ്ഥമാക്കി കൊണ്ടുപോയി നടത്താം. ഇല്ലുജൂറി, എന്ത്? അജ്റ് എന്നതിന്റെ ബഹുവചനാണ്. എന്ത്? ഉജൂർ. പ്രതിഫലങ്ങളൊക്കെ പണക്കാർ കൊണ്ടുപോയിക്കണേ നബിയെ എന്ന് ആര് പറഞ്ഞു? സാഹിബ് പറഞ്ഞു. സർവ പ്രതിഫലവും പണക്കാർ കരസ്ഥമാക്കി നബിയെ. സാധുക്കളായ, അപ്പൊ പറയുന്നവരാരാണ്? പാവപ്പെട്ട ചില സാധുക്കളായ ഫക്കീറന്മാരായ സഹാബികളാണ്. അവർ പറയുന്നത് അതിന്റെ കാരണം എന്താണ്? ഒന്ന് ഫൈനവും. എന്താ കാരണം? യുസല്ലൂന കമാ നുസല്ലി. എന്താ പ്രശ്നം നബിയെ? ഞങ്ങൾ നിസ്കരിക്കണ പോലെ അവരെന്ത് ചെയ്യുന്നുണ്ട്? നിസ്കരിക്കുന്നുണ്ട്. വയസ്സുമൂന കമാ നുസല്ലി. ഞങ്ങളും നോമ്പ് നോൽക്കുന്നുണ്ട്, അവരും നോമ്പ്. വയതസദ്ദഖൂന, അവർ സ്വതക്ക ചെയ്യുന്നുണ്ട്. ബിഫുളൂലി അംവാലിഹിം, അവരുടെ മുതലിൽ നിന്ന് അവർക്ക് മിച്ചമുള്ളതിന് അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്വതക്ക ചെയ്യുന്നുണ്ട്. ആ പ്രയോഗത്തിനെ കുറിച്ച് കാര്യം മനസ്സിലാക്കുക. സ്വതക്ക ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അവരുടെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള പണമാണ് അവരെന്ത് ചെയ്യണത്? സ്വതക്ക ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സദക്ക എന്നുള്ളത് വളരെ പുണ്യമാണെങ്കിലും
പക്ഷെ നമ്മൾ ആവശ്യം കഴിച്ചിട്ടുള്ള കുടുംബക്കും തനിക്കും തന്റെ കുടുംബത്തിനും നിർബന്ധമായ ബാധ്യതകൾ നിർവഹിക്കാനുള്ള പണം കഴിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്വതക്ക ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചില ഫുഖീന്റെ അഭിപ്രായത്തിൽ അത് ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാർക്ക് എന്തുണ്ട് അഭിപ്രായമുണ്ട്. സഹാബികൾ ചിലപ്പോൾ സ്വന്തം ആവശ്യം ഉണ്ടായിട്ട് സ്വതക്ക ചെയ്തിട്ടുണ്ട്. അത് സ്വതക്കിന്റെ വേറൊരു രീതിയാണ്. പക്ഷെ അങ്ങനെ സ്വതക്ക ചെയ്യുമ്പോൾ അത് മറികടക്കാനുള്ള മാനസിക ഈമാനും ആവലാതിയും അള്ളാഹിനെ കുറിച്ച് സംശയം വരാത്തൊരു വ്യക്തിക്ക് അതൊക്കെ എന്ത് പറ്റുള്ളൂ? അനുമതിയുള്ളൂ. അല്ല അള്ളാഹു തആല സ്വതക്ക കൊടുത്തോളൂ, നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വർക്കത്തിനും സ്വതക്ക കൊടുത്ത് പിറ്റേന്നൊന്നും കിട്ടാനില്ല, പിന്നെ ആകെ ഇടങ്ങാറായി, പിന്നെ കാശ് കൊടുത്തത് എന്തായി? പ്രശ്നമായി. ബിസിനസ് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്ന മേഖലയാണ് ഇത്, സ്വതക്ക കൊടുക്കുന്ന ആള്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പരിപാടിക്കന്നെ പോകുമ്പോൾ 50,000 കൊടുക്കാൻ പ്ലാൻ ചെയ്യും. പിന്നെ വൈക്കെത്തുമ്പോൾ 25,000 മതി. പിന്നെ അവിടെ നേരത്തെ എന്ത് ചെയ്യും? ആൾക്കാർ കൊടുക്കണ്ടോ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? 5,000ക്ക് ചുരുക്കും. പിന്നെ ഇവിടെ വലിയ ആവശ്യമൊന്നുമില്ല, അപ്പൊ നല്ല ഉഷാറാക്കിക്കണല്ലോ, ഇനി വല്ല കടമുണ്ടോ എന്ന് ചോദിക്കുക, എന്നിട്ട് കൊടുക്കുക അറിയും. പിന്നെ അവനെ യാതൊരു വർത്താനം ഉണ്ടാവില്ല. ആ കൈ തീരാ പിശാച് എന്ത് ചെയ്യില്ല, സമ്മതിക്കൂല. ഏതായാലും ഇപ്പൊ നമ്മളോടൊന്നും ആവശ്യത്തിൽ കഴിച്ചു കൊടുക്കണം എന്ന് പറയണമെന്ന് ചോദിക്കില്ല. ആവശ്യത്തിലുള്ള ആവശ്യത്തിൽ കഴിച്ചു തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ കൊടുക്കില്ല. പിന്നെ ആവശ്യമുള്ളത് കൊടുക്കണം എന്ന് പറയുന്ന പ്രസക്തി ഉണ്ടാകും തോന്നുന്നില്ല. ഏതായാലും അങ്ങനത്തെ ആളുകളുണ്ട്. ബുദ്ധിമുട്ടനുസരിച്ച് ചിലപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടിനേക്കാൾ വലുത് അവൻ്റെ ബുദ്ധിമുട്ടാണ്. ഏതായാലും ശറയിൽ മനസ്സിലാക്കുക, കുടുംബവും കുടുംബത്തിന്റെ പ്രയാസങ്ങളും അവിടെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ നമ്മൾ എന്ത് ചെയ്യരുത്? മറ്റുള്ളവർക്ക് വാരിക്കോരി ചെലവഴിക്കുന്ന സ്വതക്കന്തല്ല, ശരിയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക. അതായത് അവൻക്ക് പിന്നെ കുടുംബത്തിന് ആവശ്യമായ, അതായത് കുടുംബത്തിന് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിന് അത്യാവശ്യമുണ്ട് പണം, എന്നിട്ട് എന്ത് ചെയ്യണം? അത് കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്? നിഷിദ്ധാണെന്നാണ് ഫിഖിന്റെ വീക്ഷണം. മനസ്സിലായില്ലേ? മാത്രമല്ല അത് ക്ഷമിക്കാൻ അയാൾക്ക് കഴിവില്ലെങ്കിലും അപ്പോഴാണ് നിഷിദ്ധാവും കേട്ടോ. അത് മറികടക്കാനുള്ള മാനസിക പ്രവറും കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചിലർ കറാത്താന്ന് പറയുന്നത്. കഴിവുണ്ടെങ്കിൽ തന്നെ കറാത്താന്ന് പറഞ്ഞു. ഇനി ക്ഷമിക്കാനുള്ള കഴിവില്ലെങ്കിൽ എന്തായാലും അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? എടുത്തു കൊടുക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ആ അവസ്ഥയുടെ ഒരു മാനസികമായ ഈമാനികമായ പവറിൽ കരുത്തണം, നമ്മളെത്തണം. അതാണ് സഹാബികളുടെ അവസ്ഥ. അങ്ങനെ മഹാന്മാർ ചെയ്യും, അത് വേറെ വിഷയം. അതൊരു മർത്തബയാണ്, അല്ലേ? മൊയ്തീശയ്ക്ക് പോയി കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാമെന്ന് ചിലപ്പോൾ എന്താവും? മൊയ്തീശയ്ക്ക് എടുക്കണം, ബാക്കി എല്ലാ പണിയും നമ്മൾ എടുക്കണം, എന്നാ പറ്റും, അല്ലേ? ചില പറയും മൊയ്തീശയ്ക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ കുറെ വയത് പറഞ്ഞിട്ടാന്ന് പറയും. മൊയ്തീശയ്ക്ക് ജീവിച്ച പോലെ ഞാൻ ജീവിച്ചിട്ടില്ലല്ലോ, ഞാൻ ജീവിക്കണമെങ്കിൽ ഞാൻ എല്ലാ വയത് പറയേണ്ട ആവശ്യം ഇല്ല. ചിലയിടത്ത് മാത്രം വൈദ്യശേഖരൻ ഉദാഹരണം എടുക്കുക, ബാക്കിയുള്ള പണിയിലൊന്നും വൈദ്യശേഖരന്റെ ഒരു ഏരിയക്കും പോവാതിരിക്കുക, അത് പറ്റൂല. അപ്പൊ വേത്തസദ്ദുക്കുന്ന ബിഫുദൂലി അംവാലിയും, അവരുടെ മുതലിന്റെ ബാക്കി കൊണ്ട്, ഞാൻ പറഞ്ഞ ഇതാണ് സഹാബികളുടെ കാഴ്ചപ്പാട് എന്ന് മനസ്സിലാക്കണം. പിന്നെ ചില സഹാബികൾ സ്വകാര്യമായി കൊടുക്കണം, അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മള് അല്ലെങ്കിലും കുടുംബത്തിന് കൊടുക്കുന്നു എന്തെന്നെയാണ്? സ്വതക്കല്ലേ? മക്കളെ തീറ്റിപ്പോറ്റാൻ കൊടുക്കുന്നതാണ് അഫ്ളൽ സ്വതക്കാണ്. സ്വതക്കിൽ ഏറ്റവും പുണ്യമായതാണ്. വേത്തസദ്ദുക്കുന്ന ബിഫുദൂലി അംവാലിയും, ഇവിടെ മുതലിന്റെ ബാക്കി കൊണ്ട് ഒരു സ്വതക്ക ചെയ്യിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഉണ്ടല്ലോ നബിയെ എന്ന് മൊലാളിമാരുള്ള കൂലൊക്കെ കൊണ്ടുപോയി. ഞങ്ങളും മൊലാളിമാരെന്താ പ്രശ്നം വെച്ചാല്, ഞങ്ങൾ നോമ്പോക്കുന്നുണ്ട്, അവരും നോമ്പോക്കുന്നുണ്ട്, ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, അവർ നിസ്കരിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ പുറമെ അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്വതക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കൂടി ആർക്കുണ്ട്? അപ്പൊ മനസ്സിലാക്കേണ്ടത് സ്വതക്ക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള സംഗതിയാണ്. സ്വതക്ക ഭയങ്കര പുണ്യമാണ്. ആ കൂലിയും കൂടി ആർക്ക് കിട്ടി? മൊലാളിമാർക്ക് കിട്ടി. ഞങ്ങൾക്കാണെങ്കിൽ ആ കൂലി കിട്ടില്ല. കാരണം ഞങ്ങൾ എന്തില്ല, കൊടുക്കാനുള്ള ഇതില്ല, സമ്പത്തില്ല. സഹാബികൾ ഇങ്ങനെ പറഞ്ഞത് അസൂയ ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ. മലയാളിമാരോട് ദരിദ്രരായ സഹാബികൾക്ക് അസൂയ ഉണ്ടായി എന്ന് ഇതിന്ന് വായിക്കാൻ പറ്റുമോ? പറ്റില്ല. അസൂയൊക്കെ പറ്റും. അങ്ങനെ സഹാബികൾ ഇങ്ങനെയൊക്കെ അസൂയപ്പെട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. അസൂയല്ല, ഇതെന്താണ്? ആഗ്രഹം. വിശ്വാസിക്ക് ആഗ്രഹം ഉണ്ടാവുന്നതാണ്. അതിൽ മുഅ്മിനു യഅ്ബുദു വലാ യഹ്സുദൂന. വിശ്വാസി ആഗ്രഹിക്കും, പക്ഷെ അസൂയ ഉണ്ടാവില്ല. ഇപ്പൊ നാട്ടിലെ നല്ല ധർമ്മിഷ്ഠനെ പോലെ ഞാനും ആയെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കും. അസൂയ എന്ന് പറഞ്ഞാൽ ആഗ്രഹവും അസൂയയും തമ്മിൽ വ്യത്യസ്തം. ഒബദ്ധത്തും വിശ്വാസത്തിൽ ഉണ്ടാവും. വിശ്വാസത്തിൽ ഒബദ്ധത്തുണ്ടാകണം. അയാളെ പോലെ എല്ലാ ജമാഅത്തിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ
അല്ലെങ്കിൽ അയാളെ പോലെ ഒന്നും ഖുർആൻ ഓതാൻ പറ്റിയിരുന്നെങ്കിൽ, അയാളെ പോലെ ഒന്നും എൽമ പഠിക്കാൻ പറ്റി, ഇങ്ങനെ ആഗ്രഹിക്കണമെന്നോ, ആഗ്രഹം വിശ്വസിക്കേണ്ടതാണ്. എന്നിട്ട് അതിൽ നടക്കാത്തതിലുള്ള സങ്കടം. അസൂയാകുമ്പോൾ എന്താ വെച്ചാൽ, അസൂയാകുമ്പോൾ എങ്ങനെയാണ്, അസൂയാകുമ്പോൾ എന്താ, അയാളെപ്പോലെ ആഗ്രഹിക്കുകയും ചെയ്യും, അയാളത് പോയി കിട്ടിയെങ്കിൽ എന്തുണ്ടാവും, മനസ്സിലെന്തുണ്ടാവും, ആഗ്രഹിക്കും. അതാണ് അസൂയ ആഗ്രഹം. അപ്പൊ ആഗ്രഹിക്കുന്ന പ്രശ്നമില്ല, അതേപോലെ ആകാൻ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ എന്താ, എനിക്കില്ലെങ്കിലും വേണ്ടില്ല, അയാൾ തന്നെ പോയി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ശരി എന്തല്ല, അത് പറ്റൂല. ചിലർക്ക് നമുക്കില്ലെങ്കിലും വേണ്ടില്ല, അവനാണ് പൊളിച്ച് കിട്ടിയാൽ മതി എന്നുണ്ടല്ലോ, അത് പറ്റൂല. ആ നിലക്കല്ല സഹാബികൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവർക്ക് ഭയങ്കര നന്മന്റെ കാര്യത്തിൽ മത്സരിക്കാനുള്ള അതിയായ ആഗ്രഹം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ അത് കിട്ടിയാൽ അതും കൂടി ചെലവാക്കാമായിരുന്നു. എന്നാൽ നന്മയുടെ കാര്യത്തിൽ അവർക്കുന്നുണ്ട്, മത്സരിക്കാനുള്ള ആഗ്രഹമുണ്ട്. പിന്നെ സൽക്രമം ചെയ്യാനുള്ള അതിയായ, അതാ പറഞ്ഞു, സദക്ക കൊടുക്കാനുള്ള അതിയായ ഹിർസ് ഉണ്ടെന്ന. ഹിർസ് പറഞ്ഞാൽ ഭയങ്കര അതിമോഹത്തിനാണ് ഇത് പറയാ. നമ്മളെ നാടൻ ഭാഷയിൽ ആക്രാന്ത എന്നൊക്കെ പറയുമല്ലോ, അത്രയും നന്മയുടെ കാര്യത്തിലുള്ളവരായിരുന്നു ആര്, സഹാബികൾ. കാരണം ഒരിക്കൽ കാണാം, പരിശുദ്ധ ഖുർആനിൽ കാണാം, തവല്ലൗ വഅയ്നുഹും തഫീളു മിനദ്ദംഇ ഹസനൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി സഹാബികളെ ക്ഷണിച്ചപ്പോൾ ഒരു കുടുംബത്തിലെ 9 സഹാബിമാരുണ്ടായിരുന്നു, ഒരു കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. ഒരു 9 ആൾക്കും ഒരാൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റില്ല. കാരണം ഒരാൾക്കും അവനാന് പോകാനുള്ള ലോഡ് കൊണ്ടുപോകാനുള്ള വാഹനമോ അല്ലെങ്കിൽ ഭക്ഷണമോ ഒന്നും കരുതാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ആളോടും വരരുത് എന്ന് പറഞ്ഞു. കാരണം അവർക്കുള്ള കപ്പാസിറ്റി ഇല്ല, മറ്റുള്ളവർക്ക് കൊണ്ടുപോകാനും കഴിയുന്നില്ല. അങ്ങനെ ആ 9 ആളുകൾ എന്ത് ചെയ്ത് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോഴാണ് പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് ഇറങ്ങിയത്. യുദ്ധത്തിന് പോകാൻ സങ്കടം ഒന്നും മുതലില്ലാത്തതുകൊണ്ട്, റസൂല കൂട്ടാത്തതുകൊണ്ട്, കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് നബിനെ ഒഴിവാക്കിയതല്ല, റസൂലാക്ക് കപ്പാസിറ്റി ഇല്ല, കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ 9 ആളുകളും വീട്ടിലേക്ക് കരഞ്ഞു പോയ ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇറങ്ങി. അപ്പൊ അത്രയും ദീനിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത്രയും അതിയായ ആഗ്രഹം ആർക്കുണ്ടായിരുന്നു, സഹാബികൾക്കുണ്ടായിരുന്നു. അങ്ങനെ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അതിന് നല്ലൊരു മറുപടി കൊടുത്തു. ആ മറുപടി ഇൻഷാ അല്ലാഹ് പിന്നീട് ചർച്ച ചെയ്യും. അതാണ് അടുത്ത ബാക്കി പറയാനുള്ളത്. തൽക്കാലം നിർത്തുന്നു. അല്ലാഹു തആല പറഞ്ഞതും കേട്ടതും എല്ലാം നാഫിയായി മാറ്റി മാറ്റട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ.